നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ജാർഖണ്ഡിലെ ഹസാരിബാഗിലെ ഒയാസിസ് സ്കൂൾ പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പലിനെയും സിബിഐ അറസ്റ്റ് ചെയ്തു. അഹ്സാനുൽ ഹക്ക, ഇംതിയാസ് ആലം എന്നിവരാണ് അറസ്റ്റിലായത്. ഒയാസിസ് സ്കൂളിൽ നിന്നാണ് നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർന്നുവെന്ന് ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കണ്ടെത്തിയത്. ജിൽബി തോംസൺ ചേരുകയാണ്. ജിൽബി, ഇപ്പോൾ അറസ്റ്റിലായ രണ്ടുപേർക്കും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് എന്ത് പങ്ക് എന്നാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത്? നീറ്റ് നെറ്റ് ക്രമക്കേടിൽ മുഖം രക്ഷിക്കാനുള്ള നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നു. അതിന്റെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെയാണ് സിബിഐ ഈ കേസിൽ അന്വേഷണം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഇപ്പോൾ ജാർഖണ്ഡില് രണ്ടുപേരെ സിബിഐ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിവായതിനു ശേഷമാണ് ഇപ്പോൾ സിബിഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ജാർഖണ്ഡ് ഹസാരിബാഗിലെ ഒയാസിസ് പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പലിനെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കൂളിൽ ചോദ്യപേപ്പർ ഇത് പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിജി ലോക്കറിൽ സമയത്ത് തുറന്നില്ല, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയോ ക്രമക്കേട് കാണിച്ചിട്ടുണ്ട്, അതിൽ ഈ പ്രിൻസിപ്പലിന് അതിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അന്വേഷണ സംഘം ഇതിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സിബിഐ ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട്, നേരിട്ട് തന്നെ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ സിബിഐ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഹ്സാനുൽ ഹക്ക്, ഇംതിയാസ് ആലം എന്നിവരാണ് അറസ്റ്റ് ആയിരിക്കുന്ന ഈ സ്കൂൾ പ്രിൻസിപ്പളും അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പളും. അതുപോലെ തന്നെ സിബിഐ കഴിഞ്ഞ ദിവസം ബീഹാറിലെ പാട്നയിൽ നിന്നും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സഹായിച്ചിരുന്നു. അവർക്ക് ഈ ചോദ്യപേപ്പർ തലേന്ന് തന്നെ നൽകിയിരുന്നു എന്നുള്ള കണ്ടെത്തലുകളൊക്കെ സിബിഐ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ രാജ്യവ്യാപകമായ ഒരു അന്വേഷണം തന്നെ ഇപ്പോൾ സിബിഐ നടത്തുന്നുണ്ട്. ഈ ബീഹാർ, ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങൾ രജിസ്റ്റർ കേസുകളെല്ലാം സിബിഐ ഏറ്റെടുത്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ എൻഡിഎയുടെ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാനായിട്ട് രൂപീകരിച്ച സമിതി ഇപ്പോൾ മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരിൽ നിന്നടക്കം നിർദ്ദേശങ്ങൾ തേടിയെന്നുള്ള വിവരമാണ് മറ്റൊന്ന് പുറത്തു വരുന്നത്. ജൂലൈ 7 വരെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അതുപോലെ തന്നെ ഹരിയാനയിലെ 2014-16 കാലയളവിലെ 4 ലക്ഷം വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലും സിബിഐ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർന്നു, അതുപോലെ തന്നെ പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണം വ്യക്തമാകുന്ന തെളിവുകൾ, അറസ്റ്റുകൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അസിത, ശരി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ രണ്ടുപേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ജിൽബി തോംസൺ.